എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ ഒരു പ്രത്യേകതയുള്ള ഒരാളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇന്നുള്ളത്. 2 വർഷം മുന്നേ 10ാം ക്ലാസ് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ മെസോണിന്റെ +1 സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന് +1 റിസൾട്ട് വന്ന സമയത്ത് സയൻസ് സബ്ജക്റ്റുകളെല്ലാം ഫുൾ മാർക്ക് കരസ്ഥമാക്കി. പിന്നീട് +2 സ്റ്റുഡൻ്റ് ആയി ഒരൊറ്റ മാർക്കിന്റെ കുറവിൽ ഫുൾ മാർക്ക് നഷ്ടപ്പെട്ട് പിന്നീട് മെസോണിന്റെ എൻട്രൻസ് ക്രാഷുള്ള വിദ്യാർത്ഥിയായി നീറ്റിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 470 മുകളിൽ മാർക്ക് സ്കോർ ചെയ്ത് ഇന്ന് എടപ്പാളിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും അഭിമാനമായിട്ട് മാറിയ ഞങ്ങളുടെ മെസോണിന്റെ പ്രൗഡ് മെസോണിയൻ ആയിട്ടുള്ള അനുവൃന്ദയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അനുവൃന്ദ പല വേദികളിലായിട്ട് മെസോണിന്റെ സിസ്റ്റം അനുവൃന്ദ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ അനുവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മെസോണിന്റെ ഒരു ടീം അനുവൃന്ദയ്ക്ക് ഏതൊക്കെ ഘട്ടങ്ങളിൽ സഹായകമായിട്ടുണ്ടായിരുന്നു? അനു, എങ്ങനെയുണ്ടായിരുന്നു ടീം മെസോണിന്റെ ഒരു സപ്പോർട്ട് അനുവൃന്ദയ്ക്ക് എത്രത്തോളം ഈ ഒരു അച്ചീവ്മെന്റിന് സഹായമായിട്ടുണ്ട്? മെസോണിന്റെ അക്കാദമിക് സിസ്റ്റം പോലെ തന്നെ അവിടുത്തെ സപ്പോർട്ട് സിസ്റ്റം ഒരു കുട്ടിയുടെ റിസൾട്ടിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയേണ്ട ഒരാൾ എന്ന് പറയുന്നത് അവിടുത്തെ CEO ആയിട്ടുള്ള റാഷിദ് സാറാണ്. റാഷിദ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 9ാം ക്ലാസ്സിന്റെ ലാസ്റ്റ് ദിവസമാണ്. പക്ഷെ ഞങ്ങളോട് 10ാം ക്ലാസ്സിലെ ഫുൾ A+നേക്കാൾ കൂടുതൽ +1 +2 ഫുൾ മാർക്കിനെ കുറിച്ചിട്ടാണ് റാഷിദ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറ് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനും സാറിനോടുള്ള ഒരു വിശ്വാസം, സാറ് എടുക്കുന്ന ടീച്ചിങ്ങിൻ്റെ ആ ഒരു മെത്തേഡും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് എടുത്തു പോകുന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാലും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ മെസോണിൽ എത്തിയത്. പിന്നെ +1 +2 എൻട്രൻസ് ക്രാഷ് ഞാൻ മെസോണിലാണ് പഠിച്ചത്. 10ന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ മെസോണിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചേർന്ന സമയം മുതൽ ഇപ്പോൾ വരെയും എനിക്ക് RD തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. പിന്നെ ഞങ്ങൾ അവിടെ വന്ന സമയത്താണെങ്കിലും എല്ലാ കുട്ടികളോടും RD പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം 1200 എന്നുള്ളത് ഒരു മാജിക് നമ്പറാണ്, അത് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങൾ ഒരിക്കലും പ്രഷർ ചെയ്തിട്ടില്ല, പക്ഷെ അത് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഓരോ കുട്ടിയിലും സാറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം +1ന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ബയോളജിയിൽ ഒരു മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള റിസൾട്ട് അപ്പം തന്നെ കിട്ടും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷെ RDനോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ദൈവത്തിൻ്റെ ഒരു പ്ലാനിങ് അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കര രസമായിരിക്കും. അതുപോലെ തന്നെ ഈ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ശുഭാപ്തി വിശ്വാസം കൈവെടിയാതെ മുന്നോട്ട് പോകണം. ആ നഷ്ടപ്പെട്ട ഒരു മാർക്ക് പിന്നീട് ഒരു പോസിറ്റീവായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്കപ്പോൾ ഒരു വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻട്രൻസ് എക്സാം എഴുതിയ സമയത്ത് എനിക്ക് ആ ബയോളജി ഫുള്ള് കവർ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതും ആ ഇമ്പ്രൂവ്മെന്റ് എക്സാമിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ RD പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് ആ ഒരു എൻട്രൻസ് എക്സാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ RD തരുന്ന സപ്പോർട്ട് എനിക്കിപ്പോഴും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇൻഡിവിജ്വലി ഓരോ കുട്ടീനെയും വളരെയധികം അവരുടെ കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് RD എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. അപ്പോൾ ഏത് സമയത്തും എപ്പോൾ ഡൗൺ ആയാലും ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് RD എപ്പോഴും തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഡയറക്ടേഴ്സ് ആയാലും മെൻറ്റേഴ്സ് ആയാലും ആരോട് സംസാരിച്ചാലും നമ്മുടെ സ്ട്രെസ് വളരെയധികം കുറഞ്ഞിട്ട് നമുക്ക് ഇനിയും നന്നായിട്ട് പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് മെസോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവർ അപ്ലൈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ പുതുതായിട്ട് ഇനി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സറിഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെസോണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. എപ്പോഴും കുട്ടികളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം അത് ഏത് സമയത്തായാലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മെസോണിന് ചൂസ് ചെയ്തതിൽ എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് തോന്നുന്നില്ല. അത് എൻ്റെ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം ആയിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം മനു. അനുവിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ മെസോണിൻ്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രചോദനം നൽകുന്നുണ്ട്. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും ടീം മെസോണിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഹയർ സ്റ്റഡീസിലും ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയം തന്നെ അനുവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനുവിൻ്റെ പോലത്തെ ഒരാൾ ഞങ്ങളെ മെസോണിൽ ഇത്രയും കാലം കൂടെ ഉണ്ടായത് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു സോ മച്ച്.